12,000 രൂപയും 5 കിലോ മീനും കൊടുക്കുക എന്ന് പറഞ്ഞ് മീൻ പിടിക്കാൻ എടുത്തതാണ് കേട്ടോ ഈ കാണുന്ന 60 സെന്റോളം വരുന്ന താമരക്കുളം. അപ്പം ഇത് സ്ഥലം വരുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിൽ തിരൂര് വൈരങ്കോട് ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് നമ്മളെ രണ്ടത്താണിയുള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു താമരക്കുളം എടുത്തിട്ടുള്ളത്. ഇതിൽ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ വേനൽ അവസാന സമയത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ്. അപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ആ വെള്ളം വറ്റിക്കുക, മീൻ പിടിക്കുക. അപ്പോൾ അത് വറ്റിക്കാതെ പമ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു താമരക്കുളത്തിന് ചുറ്റുഭാഗമായിട്ട് 4-5 പമ്പ് സെറ്റുകൾ വെച്ചതിന് തൊട്ടപ്പുറത്തുള്ള കണ്ടങ്ങളിലോട്ടൊക്കെ ആയിട്ട് വെള്ളം അടിച്ചാക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് വൈകിട്ടാണ് പമ്പ് സെറ്റ് ഒക്കെ വെച്ചിട്ടുള്ളത്. നാളെ രാവിലേക്ക് മീൻ പിടിക്കാനുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ അതിന് മുന്നായിട്ട് എല്ലാ പണികളും തീർക്കാണ്ട്. അപ്പോൾ മീനാക്കാനുള്ള ടാങ്ക് കാര്യങ്ങൾ ഒക്കെ ഇവിടെ സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ച് കംപ്ലീറ്റ് പണി തീർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്തായാലും വെള്ളം വറ്റിയിട്ട് കാണട്ടോ. അപ്പൊ പിറ്റേ ദിവസം രാവിലെ നമ്മളിവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. താമരക്കണ്ടത്തിലെ വെള്ളമൊക്കെ വറ്റി നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരും ഇറങ്ങി, കുട്ടികളും മുതിർന്നവരൊക്കെ ഇറങ്ങി മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെയ്ത് തപ്പിയിട്ടും ഒറ്റിലുപയോഗിച്ച് കുത്തിയിട്ടും കൈവല ഉപയോഗിച്ച് കോരിയിട്ടൊക്കെ ആയിട്ട് രസകരമായിട്ട് മീൻ പിടിക്കട്ടോ. അപ്പോൾ ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടത്താണി ടീം മൊത്തമായിട്ട് ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു താമരക്കണ്ടത്തിൽ. അപ്പോൾ എന്തായാലും നോക്കാം നമ്മളെ സുഹൃത്തുക്കൾക്ക് എത്രത്തോളം മീൻ കിട്ടും, അതുപോലെ എങ്ങനെയായിരിക്കും മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കട്ടോ. ആ ഒരു ഭാഗത്തു നിന്നൊക്കെ വെള്ളം വലിഞ്ഞ് ഈ ഒരു ഭാഗത്താണ് കുറച്ച് താഴ്ചയുള്ള ഭാഗം. പക്ഷേനൊക്കെ നന്നായി കൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളൊക്കെ അത് അവിടെ ഇവിടെയൊക്കെ തപ്പുകട്ടാ. അയ്യോ കിട്ടി. ഒതുക്കി കേട്ടാ. അടിപൊളി ബക്കറ്റ് ഇട്ടിട്ടുണ്ട്. അവിടൊക്കെ വലയില് കയറ്റുന്നുണ്ട്. അയ്യോ സാധനട്ടാ. തലങ്ങും വിലങ്ങും മീനാണ്. അപ്പോൾ അതേട്ടാ എല്ലാവരും നല്ല ആവേശത്തോടു കൂടി കൈകൊണ്ടും അതുപോലെ ഒറ്റിലുപയോഗിച്ച് കുത്തിയിട്ടൊക്കെ ആയിട്ട് മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൂടാതെ കൈവല ഉപയോഗിച്ച് കോരിയിട്ടും തപ്പിയിട്ടും എങ്ങനെയൊക്കെ മീൻ കാണുന്ന എങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ പിടിക്കുന്നുണ്ട്. അതുപോലെ അതേ കിട്ടുന്ന മീനുകളൊക്കെ വലയിലാക്കി ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേ ഈ കാണുന്ന ടാങ്കിലാണ് കേട്ടോ മീനുകളൊക്കെ കൊടുന്നാക്കുന്നത്. അപ്പോൾ മുകൾ വശത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട്. ഒക്കെ നമ്മളെ ഈ ഒരു ടീമിൽ പെട്ട തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ താമരക്കുളത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നല്ല രസകരമായിട്ടാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം നമ്മളെ സുഹൃത്തുക്കൾക്ക് എത്രത്തോളം മീനൊക്കെ ഇതിൽ നിന്ന് കിട്ടും എന്നൊക്കെ കേട്ടോ. ഇതിലാവാനാ സാധ്യത. പമ്പ് സെറ്റിന്റെ ഫൂട്ട് വളവ് കുടുങ്ങിയൊരു കണ്ണന്റെ അവസ്ഥ ഉണ്ട് അല്ലേ. പമ്പ് സെറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒപ്പം മീനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെങ്ങനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. കൈവല ഉപയോഗിച്ചൊക്കെ കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അതേ ഒരു ബോക്സ് ഉപയോഗിച്ചിട്ടൊക്കെ കോരാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല സൈസുള്ള വലിയ വലിയ വരാലുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് ബാക്കിലൂടെ ചാടി അതൊക്കെ കാലം കഴിഞ്ഞു. ഒതുക്കി മജീദൊക്കെ ഒതുക്കി. ഏതാ സാധനം പിടിച്ചട്ടെ. ഏതാ മുതല് അടിപൊളി സാധനം. അതെ സാധനം കഴുകി വൃത്തിയാക്കി ഇതാക്കേട്ടാ.
അതാ അയവ കയറി ഒപ്പോടി പിടിച്ച് അയവ തട്ടിക്ക് ഒച്ചപ്പാണ് അടിപൊളി സാധനതാ. ഒതുക്കി അതാ അതാ തലങ്ങും പെലങ്ങും മീന ഇവിടെ കൊണ്ടുവരുന്ന അവിടെ ഒതുക്കി അടുത്തത് അവിടെ അടുത്ത ഒതുക്കി കടു ഒതുക്കി അതാ കേട്ടാ ഏതാ കണ്ണ മജീദൊക്കെ ഒതുക്കി എന്താ അംഗീകരിച്ച് ചെറുതോ മുടിക്കണല്ലേ വലുത് മാത്രമേ മുടിക്കുള്ളൂ. കുറച്ച് കനുള്ള സാധനല്ലേ ഏതാ കണ്ണായിരുന്നു റൈസ് സാധനട്ടാ. ഇതാ അതാണ്ട് ഇതാക്കിയാലേ മീനാണ് ഇതാക്കിയില്ലേ. കടുവട്ട കടുവന് അതിൻ്റെ മുട്ടത്തിന് വേണം പിടിക്കാൻ. ഓ കടുവക്ക ഏതാ കണ്ണ അതട്ടാ അടുത്തോളി ഇവന്റെ വരണാട്ടാ സംശയം പോയേ മറ്റേ കൊടുത്തേക്കണ്. ഇവിടെ കൊണ്ടാട്ട രണ്ടെണ്ണൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഏതാ സാധനം എല്ലാത്ത മതി. അപ്പോൾ കേട്ടോ 60 സെൻറ്റോളം വരുന്ന താമരക്കണ്ടത്തിലെ മീൻപിടുത്തം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാത്ത മീനുകളും ഉണ്ടാവും ഇതിൽ, കാരണം അത്യാവശ്യം വലിയൊരു താമരക്കണ്ടാണിത്. അതുപോലെ തന്നെ നല്ല ചളിയുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടാത്തതും കണ്ണി കാണാത്തൊക്കെ ആയിട്ടുള്ള മീനുകൾ എന്തായാലും വിത്തിനുള്ള മീൻ തീ ബാക്കിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ കുളം എടുത്തിട്ടുള്ളത് 5 കിലോ മീനും 12,000 രൂപയും ഉടമക്ക് കൊടുക്കുക എന്നുള്ളൊരു ഡീലിങ്സിലാണ് ഈ ഒരു കുളം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കണക്ക് പ്രകാരമുള്ള മീൻ വാങ്ങിക്കാൻ നമ്മളെ ഈ ഒരു കുളത്തിൻ്റെ ഉടമ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചാക്കിലാക്കി നമ്മൾ തൂക്കിയിട്ടൊന്നല്ല വാരി ഇട്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഒരു 6-7 കിലോ മീനും ഉണ്ടാവും. പറഞ്ഞതിൽ കൂടുതൽ നമ്മൾ മീനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടാവും
കിലോ ഉണ്ടാവല്ലേ. മീൻപിടുത്തം കഴിഞ്ഞാലുള്ള ഒരു വലിയ പണിയാണ് നമ്മൾ ഈ ഒരു പമ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോക്ക് വണ്ടി കയറ്റിലൊക്കെ കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ നടുപ്പാടത്ത് നിന്ന് പമ്പ് സെറ്റൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് അപ്പോൾ കാണുന്നത്. അപ്പോൾ കയറിട്ട് നല്ലൊരു സ്ലോപ്പ് ഏരിയ ആണ്, നല്ലൊരു ഒരു ഇറക്കം പോലുള്ള ഒരു ഏരിയ ആണ് കുത്തനുള്ള. അപ്പോൾ ആ താഴെ നിന്ന് അതായത് നമ്മളെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടായതുകൊണ്ട് അത്തരത്തിലുള്ള പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കുന്നുണ്ട്. അപ്പോൾ പമ്പ് സെറ്റ് വലിച്ചു കയറ്റുന്ന ഒരു കാഴ്ചയായിട്ട് അപ്പോൾ കാണുന്നത്. അപ്പൊ ഇനി നമ്മളെ രണ്ടത്താണി ടീമിന് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ കാണട്ടോ. അപ്പൊ മീനുകൾ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ കാണുന്ന ഈ ഒരു ടാങ്കിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ടാങ്കില് ഫുള്ള് വെള്ളമാണ്. അപ്പൊ ഓല കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഇളക്കിയപ്പോൾ മീനുകൾ കംപ്ലീറ്റ് പുറത്തോട്ട് ജമ്പിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് അതിനൊക്കെ എടുത്ത് വെള്ളത്തിലോട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പൊ ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് ഒഴിവാക്കി തന്നെ നമ്മൾ മീനുകളെ കാണിക്കട്ടോ. അപ്പൊ നമ്മളെ സുഹൃത്ത് വെള്ളമൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ വെള്ളം കുറഞ്ഞ പാടന്നെ ഓലൊക്കെ ആയിട്ട് എടുത്തപ്പോൾ കംപ്ലീറ്റ് മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി മറിഞ്ഞ് ആകെ അടിപിടിയായിരുന്നു കേട്ടോ. അത്രയും മീനുകളുണ്ട്. അപ്പൊ ഇത് കൂടാതെ നമുക്ക് വരാലാണ് മെയിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ നമ്മളെ പൊരിക്ക് കടു അങ്ങനെയുള്ള മീനുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വേറെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതൽ നമുക്ക് വലിയ വരാലുകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒക്കെ 1 കിലോ 2 കിലോ 3 കിലോക്കൊക്കെ മുകളിലുള്ള വരാലുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ താമരക്കണ്ടത്തിൽ നിന്ന്. അപ്പൊ സുഹൃത്തുക്കൾ കിട്ടിയിട്ടുള്ള ഒരു മീനിന്റെ കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതും വലുതും എല്ലാം കൂടി ചേർത്ത് ഏകദേശം ഒരു 4 കിൻഡലോളം മീൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് നമ്മളെ സുഹൃത്തുക്കൾക്ക് ലാഭകരമാണോ അതോ നഷ്ടമാണോ എന്നൊക്കെ നിങ്ങളെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യട്ടോ. അപ്പൊ അതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ്, ഇത്തരത്തിൽ മീൻ പിടിക്കുമ്പോൾ ഒരുപാട് ചെലവുകൾ വരാറുണ്ട് കേട്ടോ. അതായത് നമ്മളെ പമ്പ് സെറ്റ് 4-5 പമ്പ് സെറ്റുകൾ, അപ്പൊ അതിലുള്ള പെട്രോൾ ഡീസലൊക്കെ ഏകദേശം ഒരു 30,000 രൂപയോളം നമ്മൾ ഈ ഒരു സുഹൃത്തുക്കൾക്ക് ചെലവ് വന്നിട്ടുണ്ട്. അതുകൂടാതെ 40-ൽ കുറയാതെ ആളുകൾ ഉണ്ടായിരുന്നു നമ്മളെ ഈ ഒരു ടീമിൽ. കുട്ടികളും മുതിർന്നവരെല്ലാവരും ചേർന്നിട്ട് അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെലവ് വന്നിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു പമ്പ് സെറ്റൊക്കെ കൊണ്ടുവരാനൊക്കെ ഉള്ള വണ്ടി വാടകയൊക്കെ ആയിട്ട് അത് മറ്റൊരു ചെലവ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ചെലവുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ചെലവുകളൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ വേണം കേട്ടോ നമ്മൾ ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ പറയാൻ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഇത്തരത്തിലുള്ള ഫിഷിംഗ് വീഡിയോകളൊക്കെ ലഭിക്കാൻ നമ്മളെ പേജും ചാനലൊന്നും സബ്സ്ക്രൈബും ഫോളോവും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു വെക്കട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.